നമസ്കാരം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ മുകളിൽ റിഫൈൻഡ് ഓയിൽ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. എന്താണ് റിഫൈനിങ്? പദത്തിൻ്റെ അർത്ഥം ശുദ്ധീകരിച്ച എണ്ണ എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എണ്ണ ശുദ്ധീകരിക്കുന്നത്? ചില ആവശ്യമില്ലാത്ത വസ്തുക്കൾ എണ്ണക്കുരുവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണയിൽ ഉണ്ടായിരിക്കും. ഖരവസ്തുക്കളുണ്ട്, ഈർപ്പം, ഫ്രീ ഫാറ്റി ആസിഡുകൾ, ഗംസ്, വാക്സസ്, മെഴുകുപോലുള്ള ചില വസ്തുക്കൾ, ഇവയൊക്കെ ഈ എണ്ണയുടെ ആളുകൾക്കുള്ള സ്വീകാര്യത കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം നീക്കം ചെയ്ത് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ എണ്ണകളെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ റിഫൈനിങ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ റിഫൈൻ ചെയ്ത് വരുന്ന എണ്ണയ്ക്ക് പ്രത്യേകിച്ച് ഒരു നിറമോ മണമോ രുചിയോ ഒന്നും അൺപ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത മണം, രുചി, നിറം ഒന്നും ഉണ്ടായിരിക്കുകയില്ല. എങ്ങനെയാണ് റിഫൈൻ ചെയ്യുന്നത്? എണ്ണ രണ്ട് തരത്തിൽ റിഫൈനിങ് ഉണ്ട്. ഫിസിക്കൽ റിഫൈനിങ്ങും ഉണ്ട്, കെമിക്കൽ റിഫൈനിങ്ങും ഉണ്ട്. ഫിസിക്കൽ റിഫൈനിങ് എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. പക്ഷേ അത് വളരെ കുറവാണ്. കൂടുതലും കെമിക്കൽ റിഫൈനിങ് ആണ് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്നത്. കെമിക്കൽ റിഫൈനിങ്ങിൽ എണ്ണക്കുരുവിൽ നിന്ന് വേർതിരിച്ചെടുത്ത എണ്ണയെ വളരെ ഹൈ ടെമ്പറേച്ചറിൽ കൂടിയും പ്രഷറിൽ കൂടിയും കെമിക്കലുകൾ ഉപയോഗിച്ചും ശുദ്ധീകരിക്കുന്നു. ആവശ്യമില്ലാത്ത മണം, രുചി, നിറം ഇവയൊക്കെ മാറ്റുന്നു. അതിലടങ്ങിയിരിക്കുന്ന ഫ്രീ ഫാറ്റി ആസിഡുകളും വാക്സസും ഗംസും ഒക്കെ നീക്കം ചെയ്ത് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാക്കി നമുക്ക് കയ്യിൽ കിട്ടുന്നു. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ കൂടെയും പലതരത്തിലുള്ള കെമിക്കൽസിൻ്റെ ഉപയോഗം കൊണ്ടും ഇതിൽ നാച്ചുറലായിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ്, പ്ലാന്റ് കോമ്പൗണ്ട്സ് മുതലായവ ഇതിൽ നിന്ന് നഷ്ടമാകുന്നു. ഇനി ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്, ഇത്തരത്തിലുള്ള എണ്ണയിൽ യാതൊരു തരത്തിലുള്ള മാലിന്യവും ഉണ്ടായിരിക്കുകയില്ല. എണ്ണക്കുരുക്കൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ടോക്സിൻസൊക്കെ അതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള യാതൊരു ടോക്സിൻസും ഈ റിഫൈൻഡ് ഓയിൽസിൽ ഉണ്ടായിരിക്കുകയില്ല. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവയ്ക്ക് പ്രത്യേകിച്ച് ഒരു മണമോ നിറമോ രുചിയോ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് പാകം ചെയ്യുന്ന ഭക്ഷണത്തിന് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു തരത്തിലുള്ള ഒരു ടേസ്റ്റും ഉണ്ടാവുകയില്ല. അതിൽ ചേർക്കുന്ന മറ്റു ഭക്ഷണ സാധനങ്ങളുടെ രുചിയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇനിയും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മോക്ക് പോയിൻ്റാണ്. സാധാരണ അൺറിഫൈൻഡ് ഓയിലിന് സ്മോക്ക് പോയിൻ്റ് വളരെ കുറവാണ്. എന്താണ് സ്മോക്ക് പോയിൻ്റ് എന്ന് നോക്കാം. ഒരു എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് നേരം ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്ന് പുക വരുന്നത് നമുക്ക് കാണാം. ഇതിനെയാണ് ഓരോ എണ്ണയുടെയും സ്മോക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. ചക്കിലാട്ടിയ എണ്ണയിൽ അല്ലെങ്കിൽ കോൾഡ് പ്രസ്ഡ് ഓയിൽസിന് സ്മോക്ക് പോയിൻ്റ് വളരെ കുറവായിരിക്കും. സ്മോക്ക് പോയിൻറ്റിന് മുകളിലേക്ക് എണ്ണ പോകുമ്പോൾ അതിൽ വിഷാംശം ഉണ്ടാകുന്നു. ടോക്സിൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ റിഫൈൻഡ് ഓയിൽസിന് സ്മോക്ക് പോയിൻ്റ് വളരെ ഹൈ ആണ്. അതായത് വളരെ കുറച്ച് കൂടിയ ടെമ്പറേച്ചറിലും അതിൽ നിന്ന് സ്മോക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓയിലുകൾ ഡീപ്പ് ഫ്രൈയിങ്, അതായത് മുക്കി പൊരിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കാൻ റിഫൈൻഡ് ഓയിലുകളായിരിക്കും എപ്പോഴും നല്ലത്. ഇനി റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കരുത് എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഫാറ്റി ആസിഡ് കോമ്പസിഷനിൽ വ്യത്യാസം വരുന്നുവെന്നുമൊക്കെ ഒത്തിരി ആളുകൾ പറയുന്നത് കേൾക്കാം. പക്ഷേ FSSAI ഉപയോഗിക്കാൻ കഴിയുന്നതാണ് റിഫൈൻഡ് ഓയിൽസ് എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. ഓരോ ഓയിൽസിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഡീപ്പ് ഫ്രൈയിങ്ങിനും കൂടിയ ടെമ്പറേച്ചറിൽ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് റിഫൈൻഡ് ഓയിൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് അൺറിഫൈൻഡ് ഓയിൽ അല്ലെങ്കിൽ കോൾഡ് പ്രസ്ഡ് ഓയിൽസിനെ കുറിച്ചും റിഫൈൻഡ് ഓയിൽസും കോൾഡ് പ്രസ്ഡ് ഓയിൽസും തമ്മിലുള്ള വ്യത്യാസവും നോക്കാം. താങ്ക് യു.